ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്സ്റ്റോക്കിൻ്റെ ആപ്പിനകത്ത് എങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അതും SIPയിലും ലംസമായിട്ട് ചെയ്യാം എന്നാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈസിയായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും അടിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈസിയായിട്ട് തന്നെ ചെയ്യാവുന്നേ. ഞാനപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആദ്യം പോകേണ്ട ഓപ്ഷൻ അവിടെ മെയിൻ മെനുവിലേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് മെയിൻ മെനു എന്ന് പറഞ്ഞാൽ ഈ 3 ഡോട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് താഴേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിപ്പോൾ റെഗുലർ ഫണ്ട് വേണോ ഡയറക്റ്റ് ഫണ്ട് വേണോ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് കാണാൻ സാധിക്കും. ഈ മോഡിൽ സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഓരോ ഫണ്ടുകളും ബാക്കിലേക്ക് തന്നെ വരികയാണ്. ക്ലോസ് ആയി പോയി വിൻഡോ. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് എടുത്തു. റെഗുലർ ഫണ്ട് വേണോ ഡയറക്റ്റ് ഫണ്ട് വേണോ നമുക്കിവിടെ സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഫണ്ടുകൾ കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ റാൻഡായിട്ട് ഈ ആദ്യത്തെ ഫണ്ട് തന്നെ എടുക്കുവാണ്. ആ ഫണ്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫണ്ടിൻ്റെ ഗ്രോത്ത് ചാർട്ടും 1 ഇയറിലെ റിട്ടേൺസ് എത്രയാണെന്നും ഒരു ഇത്ര എമൗണ്ട്, അതായത് 15,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര രൂപ കിട്ടുന്നൊക്കെയുള്ള ഒരു ഇയറിൽ കാണാൻ സാധിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര കാണുന്നു, 1 ഇയർ 3 ഇയർ നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഫണ്ട് സെലക്ട് ചെയ്യുന്ന ശേഷം അതിൻ്റെ ഫണ്ട് മാനേജർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അറിയാൻ സാധിക്കും. ആരാണ് ഫണ്ട് മാനേജർ, അയാളുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം SIP വേണോ അതെയോ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പോൾ നമ്മൾ SIP എന്നുള്ള ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡൊക്കെ അടിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ഒരു മിനിറ്റ് പോസ് ചെയ്യുവാണ് വീഡിയോ. യൂസർ ഐഡി അടിച്ചിട്ട് മുകളിൽ കയറാം. യൂസർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജിലേക്ക് ലോഗിൻ ചെയ്ത് കയറി കാണാൻ സാധിക്കും. നമ്മുടെ ആ പേജിൽ കാണാൻ സാധിക്കും. നമുക്ക് അഗെയിൻ ഈ സ്റ്റാർട്ട് SIP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള നമുക്കിവിടെ മന്ത്ലി വേണോ ക്വാർട്ടർലി വേണോ എന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏത് ഡേയിലും സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് ഇപ്പോൾ നമുക്ക് 27 അല്ലെങ്കിൽ 22 എന്നുള്ള ഏത് ഡേറ്റ് കൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ലോക്കിംഗ് പീരീഡ് ഇതിന് 0 ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും 4 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് നമ്മൾ ടൈം അടിക്കുന്നു, രണ്ടാമത്തേൽ എമൗണ്ട് അടിക്കുന്നു, മൂന്നാമത്തേൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നാലത്തെ കൺഫേം ചെയ്യുന്നതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഞാൻ എമൗണ്ട് എന്നുള്ള താഴെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എത്ര എമൗണ്ട് എന്നുള്ളത് അടിച്ചു കൊടുക്കാം. നമുക്ക് പ്ലസിനെ ചെയ്യാം, അതെല്ലാം ചെയ്യാം. നമ്മളത് കഴിഞ്ഞിട്ട് അത് നെക്സ്റ്റ് അടിക്കുന്നു. ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് വേണം. ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിവ്യൂയിലേക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. നമ്മുടെ എമൗണ്ട് എത്രയാണ്, എത്ര മന്താണ്, ടോട്ടൽ എത്ര മന്തിലാണ്, എത്ര നാളത്തേക്കാണെന്നൊക്കെ ഉള്ളതെല്ലാം കാണാൻ സാധിക്കും. ഈ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. 2 ടിക്കും കൊടുക്കണം. അത് ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റ് വരുമ്പോഴത്തേട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് പോയിക്കോളും. നമുക്ക് ലംസമായിട്ട് വേണമെങ്കിൽ അത് ഇങ്ങനെ കാണിച്ചു തരാം. ഈ 1 ടൈം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് ടോട്ടൽ എമൗണ്ട് വേണ്ടതെന്ന് നമുക്കുള്ളത് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇവിടെ വേണമെങ്കിൽ എമൗണ്ട് മാറ്റാൻ സാധിക്കും. വേണമെങ്കിൽ ഇപ്പോൾ 300 രൂപ, ഒരു 800 600 രൂപയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കും. 600 രൂപ കൊടുക്കാൻ സാധിക്കും. സോറി, മാറ്റിക്കട്ടെ. ഓക്കെ, 600 എന്നുള്ള കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റിവ്യൂ കൊടുക്കുക. റിവ്യൂ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ പ്ലേസ് ആകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈനിൽ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിലും പറഞ്ഞല്ലോ. അക്കൗണ്ട് എടുക്കാൻ ലിങ്ക് യൂസ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.